ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരുവചനത്തിൻ്റെ ലൂക്കോസ് സുവിശേഷം 2:11 വായിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. യേശുവിൻ്റെ ജനനത്തിങ്കൽ ആട്ടിൻകൂട്ടത്തെ കാവൽ പാർത്തുകൊണ്ടിരുന്ന ഇടയന്മാരുടെ അടുക്കൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്ന് പറഞ്ഞു. തുടർന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തുന്നതായി നാം വായിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് വിളിച്ചു പറയുന്നു. പാപികളായ മനുഷ്യരുടെ രക്ഷയ്ക്കായി ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. അപ്പോസ്തലനായ പൗലോസ് സ്വയം പ്രഖ്യാപിക്കുന്നത് ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. പിതാവ് പുത്രനെ ലോകരക്ഷിതാവായി അയച്ചിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടു സാക്ഷ്യം പറയുന്നുവെന്ന് അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നു. ദൈവം സ്നേഹമാകുന്നു. തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാത് സ്നേഹമാകുന്നു. പാപം മുഖാന്തരം ദൈവത്തിൽ നിന്നും അകന്നുപോയ നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്, അതായത് നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പകരക്കാരനായി തീർന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീരുകയും ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. പാപങ്ങളെ നീക്കുവാൻ യേശു പ്രത്യക്ഷനായി. എന്നാൽ യേശുവിൽ പാപമില്ല. ചുരുക്കത്തിൽ, പാപമില്ലാത്ത യേശു നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് ക്രൂശയാഗമായി. മനുഷ്യന്റെ ഭാരം വഹിച്ച ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥനായി തീർന്നു. ക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പുകാരൻ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ തികച്ചും ഒഴിച്ചുകൂടാൻ പാടില്ലാത്തവനുമാകുന്നു. ഏക മധ്യസ്ഥനും ഏക പ്രതിവിധിയും സത്യത്തിന്റെ ഏക ഉത്ഭവവും മാത്രമല്ല, ഏകരക്ഷകനും ഏക അടിസ്ഥാനവുമാണ് യേശു. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. രക്ഷിക്കപ്പെട്ട നമുക്ക് ലഭിച്ച മഹാസന്തോഷത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും രക്ഷയുടെ അനുഭവത്തിൽ ഇതുവരെയും വരാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാകുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless us all.